ഏഷ്യ കപ്പ് മത്സരത്തിലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞു. ഭയങ്കര സന്തോഷം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിലെ വിജയം, ആ ആഘോഷം ഇന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതേപോലെ സന്തോഷിക്കേണ്ട ഒരു ദിവസം നമുക്കുണ്ടായിരുന്നു, കഴിഞ്ഞുപോയി. അത് വലുതായിട്ട് ചാനലുകളോ സോഷ്യൽ മീഡിയയോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ചാനലുകാർ അവർക്ക് വലിയ രീതിയിൽ പ്രമോഷൻ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ. എന്നാൽ പഴയ കാലഘട്ടമല്ല, ഒരുപാട് താഴെത്തട്ടിലുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമുക്കെല്ലാവർക്കും ആവും. അതേപോലൊരു മത്സരമാണ് കഴിഞ്ഞത്, നമ്മുടെ KCL മത്സരം. അതിൽ നമ്മൾ വിജയിച്ചു, സഞ്ജു സാംസൻ്റെ ടീം വിജയിച്ചു. അതിൽ എടുത്തു പറയാൻ വേണ്ടി ഉള്ളത്, സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിനെ മേൽത്തട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചാനലൊന്നും വലുതായിട്ടൊന്നും എഫേർട്ട് എടുത്തില്ല. സോഷ്യൽ മീഡിയ തന്നെയാണ് അദ്ദേഹത്തിനെ ഈ തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ടത്. ഇനിയുള്ള ജനറേഷനും നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ വിചാരിച്ചാൽ കഴിവുള്ളവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം. ഇതൊന്നും വലിയ ചാനലുകാരൊന്നും രീതിയിൽ ചർച്ച ചെയ്യാറില്ല. അതുപോലെയാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള പള്ളിപ്പുറം സ്വദേശി അജീഷിൻ്റെ KCL മത്സരത്തിലെ തിളക്കമാർന്ന പ്രകടനം. 39 പന്തിൽ നിന്നും 50 റൺസ് എടുത്ത അജീഷ്. ഒരുപക്ഷെ ആ കളിയിലെ ഏറ്റവും വലിയ നമ്മൾ ഉദാഹരണമായിട്ട് കണക്കാക്കേണ്ടത് അജീഷിൻ്റെ ലൈഫിലെ അവൻ്റെ അമ്മ എടുത്ത ജീവിതത്തിലെ എഫേർട്ടാണ്. 3 മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പാടുപെട്ട അമ്മയുടെ ജീവിതം അവിടെ പറയുകയാണ്. പാറപ്പണി മുതൽ ഡ്രെയിനേജിൻ്റെ പണി വരെ അമ്മ ചെയ്തു. അത്രയ്ക്കും കഷ്ടപ്പെട്ട് അതിലെ 3ാമത്തെ മകനായ അജേഷിനെ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആ അമ്മയ്ക്ക് സാധിച്ചു. ഇനിയൊരു പക്ഷേ IPL പോലുള്ള കളിയിൽ അജേഷ് എന്ന ഈ പ്രതിഭാശാലിയെ കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെയും കൂടെ പ്രയത്നമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ പ്ലാറ്റ്ഫോം കിട്ടത്തുള്ളൂ. അതിന് നമ്മളെപ്പോലുള്ള ആൾക്കാർ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സഞ്ജു സാംസൺ എന്ന വ്യക്തിയെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുത്തോ, അതേപോലെ ഈ ഒരു കളിക്കാരനെയും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കണം. ഒരുപക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പകുതിയിൽ വെച്ച് നിന്നു പോകുന്ന കരിയറായി പോവും. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ഫലം കാണണമെങ്കിൽ നമ്മളെല്ലാവരും ഇത് എത്തിക്കേണ്ടിടത്ത് എത്തിച്ചേ പറ്റുള്ളൂ. ഒരു ഷെയർ കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ വേണ്ടി സാധിച്ചാൽ അതിനേക്കാളും വലിയൊരു കാര്യം ഒന്നുമില്ല. നമ്മളൊന്നും സഹായിക്കേണ്ട ഒരു രീതിയിലുള്ള സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു ഷെയറിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ചിലപ്പോൾ മാറിയേക്കും. ഇത് നല്ലതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യണം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതവും നമ്മുടെ നാടിനും അഭിമാനമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.